നമസ്കാരം. കേരളം ഉണ്ടായതിനു ശേഷം ഇതുവരെ ഇതുപോലെ ഒരു ഭരണം ഉണ്ടായിട്ടില്ല. പല മുഖ്യമന്ത്രിമാര്, പല ആഭ്യന്തരമന്ത്രിമാര് ഇവിടെ മര്യാദയ്ക്ക് ഭരിച്ചുപോയ ഒരു ദേശമാണ് അത്. ഇടതിലും വലതിലുമെല്ലാം, ഇടതായാലും വലതായാലും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അതിൽ ആഭ്യന്തരമന്ത്രിമാർ വേറെ ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിമാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വൃത്തികെട്ട ഒരു ഭരണം ഇതുവരെ ഉണ്ടായതായി ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണൂല. ഇവിടെ പോലീസിന്റെ തലപ്പത്തുള്ളതൊക്കെ ഗുണ്ടകളും മാഫിയ തലവന്മാരുമാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാര്, മറ്റു മയക്കുമരുന്ന് മാഫിയകള്, അതുപോലെ ബലാത്സംഗ വീരന്മാര്, കൊള്ളക്കാര്, സ്വർണം പൊട്ടിക്കല്, നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെ പിടിച്ച് പോലീസിന്റെ തലപ്പത്ത് കൊണ്ടുവച്ചേക്കണം. ഇത് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികളോ ഇവിടുത്തെ സാമാന്യ ജനവും അല്ല. ഭരണപക്ഷത്തെ ഒരു MLA തന്നെയാണ്. തെളിവ് സഹിതം പുറത്തുവിടുകയാണ്. സംസാരം, ഫോൺ സംഭാഷണം അടക്കം. പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇരിപ്പിറക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ? അതുമാത്രമല്ല, ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനദ്രോഹപരമായ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാവുന്ന CPM-ലെ ഈ ജനത നന്നായി പോണം, ജനങ്ങൾ നന്നാകണം, ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷവും പിണറായി എതിർക്കുന്നുണ്ട്. അപ്പോ ആ പക്ഷത്തിന്റെയും ഈ പറഞ്ഞ ഭരണപക്ഷി MLA-യുടെയും ആ ഒരു പ്രശ്നം തന്നെ ഒതുക്കാൻ കഴിയുന്നില്ല പിണറായിക്ക്. അപ്പൊ സ്വാഭാവികമായും പിണറായിക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൂടി നേരിടാനുള്ള ഒരു ശേഷി മുഖ്യമന്ത്രിക്കില്ലല്ലോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിലെ ആദ്യ 1 മണിക്കൂർ കൊണ്ട് തന്നെ അതിനെ അടിച്ചൊതുക്കിയത്. അതല്ലാതെ വേറെ മാർഗമില്ല. ഇവിടെ ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരൽ ചാലുകൾ നീന്തി കയറി എന്നൊക്കെ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് സമര ഊർജങ്ങളിൽ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് സമരത്തെ കണ്ട് പേടിക്കുന്നത്. സമരക്കാരുടെ ആവശ്യം ന്യായമല്ലേ? കള്ളക്കടത്തുകാരനും കൊള്ളക്കാരനും അല്ലെങ്കിൽ കള്ളക്കടത്തിനും കൊള്ളയ്ക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു ADGP, അതുപോലെ പീഡനവും മറ്റു കാര്യങ്ങളും മരമുറിയുമായിട്ട് നടക്കുന്ന മറ്റൊരു SP, അതുപോലെ അതിന്റെ താഴെയുള്ള മറ്റ് കുറച്ച് ആൾക്കാർ, കുറെ പേരുകെട്ട ആൾക്കാർ, ഓരോരുത്തരുടെ പേര് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പോകണമെന്ന് കൃത്യമായ ഉപദേശം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. അപ്പോൾ ഈ രണ്ടുപേരെയും, ADGP-യും P ശശിയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരം നടക്കും. കാരണം ഇവര് രണ്ടുപേരുമാണല്ലോ ഇപ്പൊ കേരളത്തിന്റെ ഭരണം, ആഭ്യന്തരമായാലും പൊതുഭരണമായാലും കൈയാളുന്നത്. എങ്ങനെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന P ശശിയും ആഭ്യന്തര വകുപ്പ് എങ്ങനെ പോകണമെന്ന് DGP-യെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ADGP, ഈ ADGP-യെയും P ശശിയെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. അതിന് പുറത്താക്കാതെ അവർ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് പിണറായി രാജിവെക്കണം എന്നതാണ് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായും ഈ ആവശ്യത്തെ, സമരക്കാരുടെ ആവശ്യം ന്യായമാണെന്നും അത് വളർന്നു കഴിഞ്ഞാൽ ഇപ്പൊ പാർട്ടിയെ തന്നെ ഒതുക്കാൻ കഴിയുന്നില്ല. പാർട്ടിയിലെ തനിക്കെതിരെ നിൽക്കുന്ന ഒരു പക്ഷവും ഭരണപക്ഷ MLA തന്നെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന PV അൻവറിന്റെ പ്രസ്താവനകളും, അതിനെല്ലാം പുറമെ ഇത്തരത്തിൽ ഒരു UDF-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു സമരം വന്ന് അത് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് നിക്കക്കള്ളി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് പിണറായി ഈ കടുങ്കൈ ചെയ്യുന്നത്. സമര ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത രീതിയിലുള്ള ക്രൂരമർദ്ദനമാണ് നടക്കുന്നത്. നേതാക്കന്മാരെ മുഴുവൻ തലയടിച്ചു പൊട്ടിക്കുക, യാതൊരു പ്രകോപനമില്ല. അത് മാത്രമല്ല, സമരത്തിൽ പങ്കെടുക്കുന്ന വനിതകളുടെ വസ്ത്രം വലിച്ചു കീറി അവരെ നഗ്നരാക്കുക. കാരണം അവരുടെ മനസ്സിൽ ഒരു കാരണവശാലും ഇനി ഇതുപോലെ സമരത്തിന് ഇറങ്ങണം എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ അവരെ മാനസികമായി തളർത്താൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഏത് രീതിയിലും അവരെ അടിച്ചമർത്തണം എന്ന നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഒരു മുൻ DYFI-കാരൻ എന്ന തൊപ്പിയും കുപ്പായം ഇട്ട ഒരു പോലീസുകാരനെ മുന്നിൽ വെക്കുന്നത്. പോലീസുകാരനാവുമ്പോൾ ഒരുപക്ഷെ DYFI എന്നുള്ള സ്ഥാനം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും നവകേരള സദസ്സിന്റെ കാലത്ത്, നവകേരള ധൂർത്തിന്റെ കാലത്ത് കേരളം മുഴുവൻ DYFI കാണിച്ചിട്ടുള്ള ജീവനരക്ഷാ പ്രവർത്തനത്തിന്റെ തനി പകർപ്പ് തന്നെയാണ് പോലീസുകാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാണിച്ചത് എന്നതുകൊണ്ട് അതിന്റെ ഉള്ളിൽ, ആ കാക്കിക്കുള്ളിൽ DYFI-കാരനാണ് എന്ന് തെളിയാണ്. കേരളത്തിലെ മാഫിയ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ADGP, അതുപോലെ അതിനെല്ലാം നിർദ്ദേശം കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഈ രണ്ടെണ്ണത്തിനെയും പുറത്താക്കണം. ഈ രണ്ടെണ്ണത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി രാജിവെക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായും പിണറായിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോ ഈ മുഖ്യമന്ത്രി, ഈ പിണറായി ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്? തലസ്ഥാനത്ത് നരനായിട്ട് നടക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള നരനായിട്ട് നടക്കുമ്പോൾ പോലീസിനെ കൊണ്ട് പിണറായി അടിച്ചമർത്തി തലപൊളിച്ചും വസ്ത്രം കീറിയും ആക്ഷേപിക്കുമ്പോഴും അവരെ അടിച്ച് തലപൊളിക്കുമ്പോഴും അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ അവിടുത്തെ ഒരു KPCC K സുധാകരൻ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മനസ്സിലാകുന്നത് നന്നായിരിക്കും. അതായത് ഭരണം എക്കാലവും ഇങ്ങനെ ഉണ്ടാവില്ല, ഈ ഭരണം മാറി വരും. അത് മാത്രമല്ല, വ്യക്തിവിദ്വേഷം, വ്യക്തിവിരോധം നോക്കിക്കൊണ്ട് പോലീസിന്റെ ഉള്ളിലെ DYFI-കാരനെ എടുത്തു വെച്ചുകൊണ്ട് ഓരോരുത്തരുടെ തലയടിച്ചു പൊടിക്കാനും വസ്ത്രം കീറാനും നിൽക്കുന്ന നിങ്ങൾ നോക്കി വെച്ചോളൂ, നിങ്ങൾ വീട്ടിൽ വന്ന് നേരിടും എന്നാണ് പറയുന്നത്. അവിടെ പോലീസ് സന്നാഹമൊന്നും ഉണ്ടാവില്ലല്ലോ അടികൊള്ളുമ്പോൾ. അപ്പോ തല്ലുന്ന കൊല്ലുന്ന പോലീസുകാർ, നിയമം പാലിക്കേണ്ട നിയമപാലകർ, അവർ നിയമം വിട്ട് കളിച്ചിട്ട് പിണറായിയുടെ ഗുണ്ടകളായി മാറുമ്പോൾ നോക്കിയിരുന്നോ എന്ന് KPCC അധ്യക്ഷന് പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും പിണറായി ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ അധികാര കസേര എന്നും ഉണ്ടാവില്ല.
എന്നും ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് അവരെ നാവിനെ ഒതുക്കി വെക്കാൻ എല്ലാ കാലവും സാധിക്കുകയുമില്ല. കാരണം ഈ കാലഘട്ടത്തിൽ, ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഈ വിവര സാങ്കേതിക വിദ്യ വളർന്ന കാലത്ത് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി അറിയുന്നുണ്ട്. പണ്ടത്തെ പോലെ പേപ്പറിൽ പിറ്റെന്ന് വായിക്കുന്ന പരിപാടിയൊന്നും അല്ല. ഇന്ന് ബോധമുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ട്. ജനങ്ങൾക്കറിയാം ADGP ഇവിടെ എന്താണ് ചെയ്യുന്നത്, ജനങ്ങൾക്കറിയാം SP ഇവിടെ എന്താണ് ചെയ്യുന്നത്, ജനങ്ങൾക്കറിയാം ആഭ്യന്തര സെക്രട്ടറി എന്താണ് ഉപദേശിക്കുന്നത്, ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇവിടെ ഭരിക്കുന്നത്. അതേ ജനങ്ങൾക്കറിയാം ഇവിടെ ഖജനാവിലെ പണം എങ്ങോട്ട് പോകുന്നു എന്ന്. തലസ്ഥാനത്ത് നടന്നിട്ടുള്ളത് ഒരു തീപ്പൊരിയാണ്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ അടങ്ങിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ ഇത്രയധികം ഒരു ഭരണ അസ്ഥിരത അത് ആഭ്യന്തര രംഗത്തും അല്ലാതെ പൊതുജീവന രംഗത്തും ഇവിടെ ഉള്ളത് മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. അതായത് ഇതുവരെ ഒരു കാലത്തും ഉണ്ടാകാത്ത വിധമാണ് ഇവിടെ ഇത്തരത്തിൽ ഓരോ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊള്ളയും കൊലപാതകവും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാർ തന്നെ ഗുണ്ടകളാകുന്ന ഒരു കാഴ്ച. അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു പോലീസ് സംവിധാനം, ഇന്ത്യക്ക് അഭിമാനമായ കേരള പോലീസിനെ ഇത്രയും നെറികെട്ട ഒരു വിഭാഗമാക്കി മാറ്റിയതിൽ പിണറായിക്ക് അഭിമാനിക്കാമെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ.